എല്ലാവർക്കും നമസ്കാരം. ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തായിരുന്നു. നല്ല രീതിയിൽ നടന്ന മേള യാതൊരു വിധത്തിലുള്ള ആക്ഷേപങ്ങളുമില്ലാതെ യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളുമില്ലാതെ നന്നായി തന്നെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV ഇറക്കിയ ഒരു വീഡിയോ ഇന്ന് ചർച്ചയാവുകയാണ്. അതിൽ കാണിക്കുന്നത് തന്നെ ഈ കലാമേളയ്ക്കെത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് റിപ്പോർട്ടർ TVയുടെ ഒരു റിപ്പോർട്ടർ തന്നെ ചില ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഒപ്പനയിൽ മണവാട്ടിയായി ഒരുങ്ങിയിരിക്കുന്ന ആ കുട്ടിയോട് ഈ റിപ്പോർട്ടർ ആദ്യം ചോദിക്കുന്നത് ആ കുട്ടിയുടെ പേരെന്താണ് എന്നും ആ കുട്ടി എവിടെ നിന്നാണ് വരുന്നത് എന്നുമാണ്. അതിനുശേഷം ഇദ്ദേഹം ആ കുട്ടിയോട് പറയുന്നത് ആ കുട്ടിയെ കാണാൻ നല്ലതാണ് എന്നും അതിനുശേഷം തൻ്റെ ഒപ്പന കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അവസാനം ഇവർ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അധ്യാപകനെന്ന് തോന്നിക്കുന്ന ഒരാൾ അവിടെ വന്ന് ഈ കുട്ടികളോടെല്ലാം തന്നെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. അങ്ങനെ ഒരാൾ കുട്ടികളോട് അവിടെ നിന്ന് പോകാൻ പറയുന്ന സമയത്ത് ഈ റിപ്പോർട്ടർ പെട്ടെന്ന് വല്ലാതെയാകുന്നുണ്ട്. അതിനുശേഷം നടന്നു പോകുന്ന പെൺകുട്ടിയെ ഇയാൾ വീണ്ടും നോക്കുന്നുണ്ട്. ആ കുട്ടിയും തിരിഞ്ഞു നോക്കുന്നതായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഒരു വോയിസ് ഓവർ ഉണ്ട്. എൻ്റെ നെഞ്ചിൽ എന്തോ ഒന്ന് വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി, അതുവരെ നടന്നതെല്ലാം ഈ ഒരു നിമിഷത്തിലേക്ക് വന്നു നിന്നതുപോലെ തോന്നി എന്നാണ് പറയുന്നത്. വളരെ കൃത്യമായി ആ റിപ്പോർട്ടർക്ക് ആ കുട്ടിയോട് ഒരു പ്രണയമുണ്ടാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് കലോത്സവത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ റിപ്പോർട്ടർ TV ഈ ഒരു ഇവൻ്റ് കവർ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെടുത്തിയായിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒഴിവാക്കാമായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടർ TVയുടെ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രണയാതുരമായിട്ടുള്ള ഗാനം കേൾക്കുന്നുണ്ട്, ഒരു സിനിമാ ഗാനം. അതുകൂടാതെ പ്രണയം തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പല ഡയലോഗുകളുമാണ് അതിൻ്റെ അവസാന ഭാഗത്ത് ഈ രണ്ടാൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ചേർത്തിരിക്കുന്നത്. അതായത് പ്രണയം തന്നെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട തീം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമപ്രവർത്തകന് ആ കലോത്സവത്തിലെ മത്സരാർത്ഥിയായ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന പ്രണയമാണ് ഈ വീഡിയോയുടെ തീം. ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഒരുപക്ഷെ റിപ്പോർട്ടർ TV മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ പെൺകുട്ടി മൈനറാണ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ 18 വയസ്സിൽ താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരോട് പ്രണയം തോന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിത്രീകരണം എന്ന് പറയുന്നത് ഒരു കലാരൂപത്തിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിൽ നിശ്ചയമായിട്ടും അത് ഒരു മൈനറിനോട് കാണിക്കുന്ന ഒരു ഒഫൻസ് തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു കലാരൂപമല്ല, മറിച്ച് ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു വീഡിയോ ആണ്. തങ്ങളുടെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു റിപ്പോർട്ടർ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയോട് പ്രണയം നടിക്കുന്നതായിട്ടുള്ള രീതിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് ആ ചാനലിൻ്റെ മാനേജ്മെൻറ്റാണ്. ഇത് ഒരു ന്യൂസ് ചാനലിൻ്റെ വീഡിയോ ആണ് എന്നും അതൊരു സിനിമയോ സീരിയലോ ഒന്നുമല്ല എന്നും ഒരു ഇവൻ്റ് കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് എന്നും എല്ലാവർക്കും അറിയാം. ഇന്നാട്ടിലെ നിയമങ്ങൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് നൽകുന്ന കുറേയധികം സംരക്ഷണങ്ങളുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട പല ചട്ടങ്ങളുമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ കാണിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല, മറിച്ച് പൂവാല പ്രവർത്തനമാണ് എന്നാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ ഒരു ഇവൻ്റ് കവർ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരോട് പ്രണയാതുരമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് റിപ്പോർട്ടർ TV മാനേജ്മെൻറ്റ് തന്നെയാണ്. സാമാന്യ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രണയത്തിന് യാതൊരു വിധത്തിലുള്ള ജസ്റ്റിഫിക്കേഷനും ഇല്ല. കാരണം അദ്ദേഹം നോക്കുന്നത് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രെഡേറ്റർ അല്ലെങ്കിൽ വേട്ടക്കാരൻ്റെ കണ്ണുകളിൽ കൂടി മാത്രമേ അയാളുടെ നോട്ടത്തിനെയോ സംഭാഷണത്തിനെയോ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാധ്യമപ്രവർത്തനമല്ല, മറിച്ച് പൂവാല പ്രവർത്തനമാണ്. ഇതിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിഷ്കളങ്കയായ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് ആ ഒരു ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, പിന്നീട് അതിനെ അധികരിച്ചുകൊണ്ട് ആ ചാനലിലെ തന്നെ പല റിപ്പോർട്ടർമാരും ചേർന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് പോലും ഈ പെൺകുട്ടി വീണ്ടും ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ കുട്ടിയെ നിങ്ങൾ പിന്നീട് കണ്ടോ എന്നാണ് റിപ്പോർട്ടർ TVയിലെ മുതിർന്ന അവതാരകനായിട്ടുള്ള ശ്രീ അരുൺകുമാർ ചോദിക്കുന്നത്. അതിനുശേഷം അങ്ങനെ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പോലും പറയുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ സ്വകാര്യത, പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് പ്രണയാതുരമായി നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വീഡിയോയെ ചൊല്ലി വീണ്ടും ഒരു സംഭാഷണം ഉണ്ടാകുന്നു. അവിടെ വീണ്ടും ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ആ റിപ്പോർട്ടറല്ല, മറിച്ച് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആ പാവം പെൺകുട്ടിയാണ്. അതായത് പ്രായപൂർത്തിയായ യുവത്വത്തിലെത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് തോന്നാവുന്ന ഒരു പ്രണയമാണ് ഇവിടെ പ്രായപൂർത്തിയായിട്ടില്ലാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പാവം പെൺകുട്ടിയോട് കാണിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ അധമ പ്രവൃത്തി. എനിക്ക് ചോദ്യങ്ങളുള്ളത് റിപ്പോർട്ടർ TV മാനേജ്മെൻറ്റിനോടാണ്. ചെറിയ പ്രായത്തിലുള്ള പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്ന രീതിയിലത്തേക്ക് ഒരു വീഡിയോ ചിത്രീകരിക്കാം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് അത് നടപ്പാക്കാനായി തീരുമാനിച്ചത്?
അതിൻ്റെ ഒരു ഘട്ടത്തിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊരു ചെറിയ പെൺകുട്ടിയെക്കുറിച്ചാണ്, നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനമാണ്, നമുക്ക് ദൃശ്യമാധ്യമമുണ്ട്, ഡിജിറ്റൽ മാധ്യമമുണ്ട്, അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മൾ നൽകേണ്ടുന്ന സന്ദേശം എന്ന് പറയുന്നത് തെറ്റല്ല എന്നുള്ള ബോധ്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റിലോ എഡിറ്റോറിയൽ ടീമിലോ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തകർക്കോ ഉണ്ടാകാതെ പോയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ഇത് തീർന്നില്ല. പിന്നീട് നിങ്ങളുടെ സ്ഥാപനത്തിലെ പല മാധ്യമ പ്രവർത്തകരും ഒന്നിച്ചിരുന്ന് ഈ ഒരു വിഷയത്തിനെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി വീണ്ടും ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുകയാണ് എന്നും അതിൽ തമാശയ്ക്കുള്ള അല്ലെങ്കിൽ ഒരാളിനെ കളിയാക്കാനുള്ള യാതൊരു വസ്തുതയുമില്ല എന്നും നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് തിരിച്ചറിവില്ലാതെ പോയി എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. അടുത്ത ചോദ്യം, ഇനി ഭാവിയിലാണെങ്കിലും കുട്ടികൾ ഉൾപ്പെട്ട ഒരു പരിപാടിയിലേക്ക് അത് കവർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ വരുന്ന സമയത്ത് അവരെ പൊതുസമൂഹം ഏത് രീതിയിൽ സ്വീകരിക്കണം? ഇതേപോലെ കുട്ടികളുടെ കലാമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവറേജ് ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോട് അവിടെ എത്തുന്ന മത്സരാർത്ഥികളായിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അവരുടെ അധ്യാപകർ, ഇവർ ഏത് രീതിയിൽ പെരുമാറണം, ഏത് കണ്ണിൽ കൂടി നിങ്ങളെ കാണണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവിടെ വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ സത്യസന്ധമായി മാധ്യമപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരാണോ, അതോ അതിൻ്റെ മറവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരകളെ തപ്പിയിറങ്ങിയിരിക്കുന്ന പ്രഡേറ്റർമാരാണോ എന്ന രീതിയിൽ ഏത് കണ്ണിൽ കൂടിയാണ് നിങ്ങളെ കാണേണ്ടത് എന്നുള്ള ചോദ്യത്തിനും നിങ്ങൾ തന്നെ മറുപടി പറയണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കുട്ടിക്കുള്ള കലാവാസന അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ രക്ഷകർത്താക്കളും അധ്യാപകരും അവരെ ഇത്തരത്തിലുള്ള കലാമേളകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതല്ലാതെ അവിടെ നിങ്ങൾക്ക് അവരെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ദൃശ്യങ്ങളോ വീഡിയോകളോ ഒക്കെ തന്നെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അവർ വരുന്നത് തന്നെ ഒരൊറ്റ ഉദ്ദേശത്തിലാണ്, വലിയ വീറോടും വാശിയോടും കൂടി മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോവുക എന്നുള്ളത്. അവിടെ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. അവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രണയാതുരമായിട്ടുള്ള നിമിഷമൊക്കെ തന്നെ വാർത്തെടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ മാനേജ്മെൻറ്റിനോടുള്ള മറ്റൊരു ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് നമ്മൾ പശ്ചാത്തലത്തിൽ ഇന്ന പ്രണയഗാനം ചേർക്കാം, ഇന്ന ഡയലോഗ് ഇടാം എന്നൊക്കെ തീരുമാനിച്ചത് എന്തിൻ്റെ പേരിലാണ്? കാരണം നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി പ്രണയം അയാളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അവിടെ നിന്ന് പോകുന്ന സമയത്തും ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ നിങ്ങളിത് ചിത്രീകരിക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഒരു ഫീലാണ് ആൾക്കാരിലേക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലും ഒരാൾ പോലും നിങ്ങളോടിത് ഒരു അധമ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോട്, മാധ്യമ സ്ഥാപനങ്ങളോട് താല്പര്യമില്ലാത്ത നിരവധി ആൾക്കാരുണ്ട്. അതിൽ പലതും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാരണങ്ങൾ പോലുമല്ല, പലതും രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിലാണ്. എങ്കിൽ പോലും മാധ്യമ പ്രവർത്തകരെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി മാപ്ര എന്നൊരു പദം തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ പോലും വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി മാപ്ര എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർ പോലും പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള മോശം വാക്കുകൾ മോശം അർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് ഉപയോഗിക്കുന്നതിന് കാരണമാകുന്നത് നിങ്ങൾ തന്നെയാണ് ചിലപ്പോഴെങ്കിലും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്കൂൾ കലാമേളയാണ്. അവിടെ ഒരു പെൺകുട്ടിയുടെ പ്രത്യേക സൗന്ദര്യ വർണ്ണനയ്ക്ക് വേണ്ടിയിട്ടോ അവളോട് നിങ്ങളുടെ ഒരു റിപ്പോർട്ടറിന് പ്രണയാതുരമായിട്ടുള്ള ഒരു താല്പര്യമുണ്ടാകുന്നു എന്ന് തോന്നുന്ന രീതിയിലത്തേക്കോ അതിനെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിനോ ഒന്നുമായിരുന്നില്ല നിങ്ങളുടെ ശ്രദ്ധ അവിടെ വരേണ്ടിയിരുന്നത്. മറിച്ച് ആ കലാമേളയിൽ എത്തുന്ന കുട്ടികൾക്കുൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള പ്രായപൂർത്തിയായിട്ടില്ലാത്ത പെൺകുട്ടികൾക്ക് വലിയ രീതിയിലത്തേക്കുള്ള സുരക്ഷ നമ്മുടെ സമൂഹം നൽകേണ്ടതുണ്ട് എന്നും അതിന് ഉത്തരവാദിത്തം ഇവിടെയുള്ള മുതിർന്ന പൗരന്മാർക്കുണ്ട് എന്നുമുള്ള ബോധ്യമായിരുന്നു നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതുണ്ടായില്ല എന്ന് തന്നെയല്ല, ഏത് തരത്തിലുള്ള കഴുകൻ കണ്ണുകളെയാണോ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഒഴിവാക്കാനായി നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ കഴുകൻ കണ്ണുകൾ ഞങ്ങൾ തന്നെ ആയേക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇതിനോടകം തന്നെ പലതവണ പറഞ്ഞതുപോലെ അങ്ങേയറ്റത്തെ അധമ പ്രവൃത്തിയാണ്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെപ്പറ്റി വീണ്ടും കുറേയധികം സീനിയർ മാധ്യമ പ്രവർത്തകർ, പല വിഷയങ്ങളിലും ധാർമ്മികത സംസാരിക്കുന്ന ആൾക്കാർ ഒക്കെ തന്നെ വട്ടം ഇരുന്നു കൊണ്ട് വീണ്ടും സംസാരിക്കുക, ആ കുട്ടിയെ നിരന്തരം ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അധമ പ്രവൃത്തിയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ അല്പമെങ്കിലും ധാർമ്മിക മൂല്യമുണ്ടാകണം. ആ ധാർമ്മിക മൂല്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തിരിച്ചറിവ് ഉണ്ടാകുമായിരുന്നു. അതുണ്ടായില്ല എന്ന് പറയുന്നത് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ധാർമ്മികത അശേഷം അവശേഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇത് നിശ്ചയമായും പോലീസ് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ്, കോടതിയിലേക്ക് എത്തേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ നാട്ടിലെ ബാലാവകാശ കമ്മീഷൻ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ആ വീഡിയോ ദൃശ്യത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടറിൻ്റെ മാത്രമല്ല
മറ്റുള്ള മാധ്യമ പ്രവർത്തകരുടെയും ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരുടെയും നെഞ്ചിൽ എന്തോ ഒന്ന് വല്ലാതെ പിടപെടയ്ക്കുന്നത് പോലെ ഇപ്പോൾ മുതൽ തോന്നി തുടങ്ങണം. ആ തോന്നലെന്ന് പറയുന്നത് തന്നെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നതുപോലെ എന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും വേണം. അത് ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടും അതിനോടുള്ള ബഹുമാനം കൊണ്ടുമാവണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള തിരിച്ചറിയലിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം. ഒരു കലാമേള നടക്കുന്ന സമയത്ത് അവിടെ പെൺകുട്ടികളെ മോശം കണ്ണിൽ കാണുന്നതിന് വേണ്ടിയോ അവരോട് പ്രണയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല മാധ്യമപ്രവർത്തകർ എത്തേണ്ടത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു പാഠം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത് വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലത്തേക്കുള്ള പ്രണയാർദ്രമായിട്ടുള്ള യാതൊരു സന്ദേശവും ഈ വീഡിയോ നമുക്ക് ആർക്കും തന്നെ നൽകിയില്ല. നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങേയറ്റം സത്യസന്ധത നിറഞ്ഞ, ആത്മാർത്ഥത നിറഞ്ഞ, ആ ജോലിയോട് അങ്ങേയറ്റത്തെ കൂറ് പുലർത്തേണ്ടുന്ന ആൾക്കാർ മാത്രം ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതല്ലാതെ ഉണ്ടാകുന്ന ഏതൊരു ചിന്തയെയും യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത ഒരു പാഴ്മരം വെട്ടിക്കളയുന്ന ലാഘവത്തോടു കൂടി സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വൈകിയെങ്കിലും നിങ്ങൾക്ക് വിവേകം ഉദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.